നമസ്തേ. മൂന്നാമത്തെ ശ്ലോകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ശ്ലോകത്തിലേക്കൂടെ ഒന്ന് കടന്നു പോവാം. വ്യാപ്തം യേന ചരാചരം ഘടശരാവാദീവ മൃത്സത്തയ യസ്യാന്തഃസ്ഫുരിതം യദാത്മകമിദം ജാതം യതോ വർത്തതേ യസ്മിൻ യത് പ്രളയേപി സദ്ഘനമജം സർവം യദന്വേദി തത്സത്യം വിദ്യമൃതായ നിർമ്മലധിയോ യസ്മൈ നമസ്കുർവതേ. മൃത്സത്തയ മണ്ണെന്ന വസ്തുവിനാൽ, ഘടശരാവാദി ഇവ കുടം ചട്ടി എന്നിവ എങ്ങനെയോ അതുപോലെ, യേന യാതൊന്നിനാൽ, ചരാചരം ചരങ്ങളും അചരങ്ങളും വ്യാപ്തം വ്യാപിച്ചിരിക്കുന്നുവോ, ഇതം ഇത് ഈ പ്രപഞ്ചം, യസ്യ യാതൊന്നിന്റെ, അന്തഃസ്ഫുരിതം ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുവോ, യദാത്മകമിദം ജാതം യാതൊന്നിലുണ്ടാകുന്നുവോ, യതോ വർത്തതേ യാതൊന്നിൽ നിലനിൽക്കുന്നുവോ, യത് പ്രളയേ അപി യാതൊന്ന് പ്രളയത്തിൽ പോലും, സദ്ഘനമജം ഉണ്മയായും ജനനമില്ലാത്തതായും ശേഷിക്കുന്നുവോ, യത് സർവം അന്വേദി യാതൊന്ന് എല്ലാറ്റിനെയും പിന്തുടരുന്നുവോ, യസ്മൈ അമൃതായ യാതൊന്നിന്റെ അമൃതത്വത്തിനായി, നിർമ്മലധിയഃ ശുദ്ധബുദ്ധികൾ, നമസ്കുർവതേ പ്രണമിക്കുന്നുവോ, തത് അതിനെ, സത്യം വിദ്ധി സത്യമെന്ന് അറിയൂ. കുടം, ചട്ടി തുടങ്ങിയ മൺപാത്രങ്ങളിൽ മണ്ണെങ്ങനെയോ അതേപോലെ സകല ചരാചരങ്ങളിലും അകവും പുറവും ഏതൊന്ന് വ്യാപിച്ചിരിക്കുന്നുവോ, ഈ ലോകം യാതൊന്നിന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്നുവോ, ഏതൊന്നിൽ നിലനിൽക്കുന്നുവോ, യാതൊന്ന് പ്രളയത്തിൽ പോലും സദ്ഘനമായി വർത്തിക്കുന്നുവോ, യാതൊന്നിന് ജന്മമില്ലയോ, യാതൊന്ന് എല്ലാത്തിലും അനുസ്യൂതമായി സ്ഥിതി ചെയ്യുന്നുവോ, ശുദ്ധബുദ്ധികൾ മോക്ഷത്തിനായി ഏതൊന്നിനെ നമസ്കരിക്കുന്നുവോ, അത് സത്യമാണെന്ന് നീ അറിഞ്ഞാൽ. ഗുരുനാഥൻ ശിഷ്യന് ബ്രഹ്മോപദേശം നൽകുകയാണ്, ബ്രഹ്മവിദ്യ നൽകുകയാണ്, പകർന്നു കൊടുക്കുകയാണ്. ബ്രഹ്മവിദ്യയുടെ സൂക്ഷ്മവശം ഇതാ സുവ്യക്തമായിട്ട് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ വരച്ചു കാട്ടിയിരിക്കുകയാണ്. നിർമ്മല ബുദ്ധികൾ ഏതൊരു തത്വത്തെയാണ് നമസ്കരിക്കുന്നത് എന്നിവിടെ ഗുരു വ്യക്തമാക്കുന്നു. നിർമ്മലധിയഃ യസ്മൈ നമസ്കുർവതേ. ഏതൊരു ആത്മതത്വത്തിനെയാണ് നിർമ്മല ബുദ്ധികൾ, ശുദ്ധാന്തകരണന്മാരെ നമിക്കുന്നത്? ഈശ്വരനെ മാത്രം, ആത്മാവിനെ മാത്രം. പണത്തിന്റെയോ പ്രതാപത്തിന്റെയോ സ്ഥാനമാനങ്ങളുടെയോ ഒന്നും മുമ്പിൽ അവര് നമസ്കാരം പറയില്ല, അതിനകത്തൊന്നും അവർ വീണു പോവില്ല. അവര് നമസ്കാരം പറയുന്ന, അവര് വന്ദിക്കുന്നത്, അവരാദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് ആത്മതത്വത്തെ മാത്രം. ആ ആത്മതത്വത്തിലേക്ക് പോവാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്നുവോ അതിനെയും അവര് താലോലിച്ചെന്ന് വരാം. എല്ലാറ്റിലും നിലനിൽക്കുന്നത് എന്താണെന്ന് ഇവിടെ ഗുരു പഠിപ്പിച്ചു തരികയാണ്. ഈ ലോകത്തിൽ നമ്മൾ പലതിനെയും കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നില്ലേ, അത് ഏതൊന്നിനാലാണ് വ്യാപിച്ചിരിക്കുന്നത്? നമുക്ക് സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ഓടും പാവുമായിട്ട് നിൽക്കുന്നത് ഈശ്വരതത്വം തന്നെ, ആത്മതത്വം തന്നെ. ആത്മചൈതന്യത്തിനാണ് ഈ ലോകം നിലനിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ചെറിയ ആറ്റത്തിനെ എടുത്ത് വിശ്ലേഷണം ചെയ്താൽ പോലും അത് എത്തി നിൽക്കുന്നത് ആത്മാവിലാണ്. ആറ്റത്തെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കോ, അത് ഊർജമായിട്ട് മാറും. അപ്പൊ ആ കണങ്ങളിൽ എന്തൊക്കെയാ ഉള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും. അത് ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇങ്ങനെ അനന്തമായ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാ. ഒരു ചെറിയ ആറ്റം അതിങ്ങനെ അത്യുജ്വലമായ വേഗത്തിൽ അതിന്റെ ന്യൂക്ലിയസ് ആയിട്ടുള്ള ആത്മതത്വത്തിനും ചുറ്റിലും കിടന്ന് അങ്ങനെ അനന്തമായ വേഗതയിൽ കറങ്ങുന്നു. അങ്ങനെയുള്ള ആറ്റങ്ങളുടെ സംഘാതമല്ലേ ചെറിയൊരു വസ്തു? ഈ പ്രപഞ്ച ആറ്റങ്ങൾ കൂടിയുള്ളതല്ലേ? അപ്പോൾ ഒരാറ്റത്തിൽ പോലും ഈശ്വരതത്വം നീ കാണുന്നുവെങ്കിൽ
ആറ്റത്തിന്റെ സംഘാതമായിട്ടുള്ള ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ, സൗരയൂഥത്തിലെ എല്ലാം നിലനിൽക്കുന്ന, എല്ലാറ്റിലും നിലനിൽക്കുന്ന അത് തന്നെയാണ്. മണ്ണിലും ചട്ടിയിലും കുടത്തിലും ശരാപത്തിലുമൊക്കെ എങ്ങനെയാണോ മണ്ണ് മാത്രം പിന്തുടർന്ന് നിൽക്കുന്നത്, അതേപോലെ പ്രളയത്തിൽ പോലുമായി ഈശ്വര ചൈതന്യത്തില് വിലയം പ്രാപിക്കുന്നതും എല്ലാറ്റിനെയും കടന്നു നിൽക്കുന്നതും ഏതൊന്നിലാണോ നിലനിൽക്കുകയും ഉണ്ടാവുകയും നിലനിൽക്കുകയും പ്രളയിക്കുകയും ചെയ്യുന്നത്, ഏതൊന്നിലാണോ തുടർന്ന് ഈ ആത്മതത്വം ഈ വസ്തു നിൽക്കുന്നത്, അല്ലെ ഏതൊരു തത്വത്തിലാണോ ഈ പ്രപഞ്ചം തുടർന്ന് നിൽക്കുന്നത്, അന്വേതി തുടർന്ന് നിൽക്കുന്നത്, അതാണ് സത്യമെന്നറിയൂ. തത്സത്യം വിദ്ധി. അതിനെ ആര് നമസ്കരിക്കുന്നു? നിർമ്മല ബുദ്ധികൾ, നിർമ്മലധിയ, നിർമ്മലാന്തക്കരണന്മാരതിനെ നമസ്കരിക്കുന്നു. ഈ ലോകത്തിലെ പരമപവിത്രന്മാരായിട്ടുള്ള ഗുരുസംഭൂതന്മാരായിട്ടുള്ള മഹാപ്രവാചകന്മാര്, ഗുരുക്കന്മാര് നമസ്കരിച്ചത് ഈ ആത്മതത്വത്തെയാണ്. നമസ്കരിക്കാൻ പഠിപ്പിക്കുന്നതും ഇതിനെ തന്നെ. ഈ ആത്മതത്വത്തിലേക്ക് ചെന്നു ചേരുവാൻ എന്തെന്തൊക്കെ സഹായകമായിട്ട് നിൽക്കുന്നോ അതിനെയൊക്കെയും സ്വീകരിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ ലോകസംഗ്രഹ പ്രവർത്തനത്തെ മുഴുവൻ ഈ രീതിയിൽ കാണേണ്ടിയിരിക്കുന്നു, വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഗുരു എന്തിന് ക്ഷേത്രങ്ങളെ സ്ഥാപിച്ചു തന്നു? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി. എന്തുകൊണ്ട് വിദ്യാലയങ്ങൾ നിർമ്മിക്കണമെന്ന് പറഞ്ഞു? ഉള്ളിലെ ആത്മതത്വത്തെ അറിയാനുള്ള ഉപാധിയാണ് അതെന്നതുകൊണ്ട്. എന്തുകൊണ്ട് സംഘടിക്കണമെന്ന് പറഞ്ഞു? സംഘടിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവിനെ അറിയാൻ കൂടുതൽ സൗകര്യമുണ്ടാകുന്നു. എന്തുകൊണ്ട് സംഘടനകൾ ഉണ്ടാക്കി? അതും മറ്റൊന്നിനും വേണ്ടിയല്ല തന്നെ, ഇതിനു വേണ്ടി തന്നെ. എന്തിന്? ഈ അസമത്വവും അനീതിയും അനാചാരങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഈ ആത്മതത്വത്തിന് വിഘാതമാവുന്നത് കൊണ്ട്, തടസ്സമാവുന്നത് കൊണ്ട് അതൊക്കെ ഇല്ലാതാവേണ്ടത് അവശ്യംഭാവിയാണ്. ആ ഒറ്റ കാരണത്താൽ തന്നെ അതിനെയൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. മദ്യം വിഷമാണെന്നും അത് കൊടുക്കരുതെന്നും കുടിക്കരുതെന്നും ഒക്കെ എടുക്കരുതെന്നും ഒക്കെ പറഞ്ഞ് എന്തുകൊണ്ട്? ഈ ആത്മതത്വത്തിലേക്ക് പോകുന്നതിന് തടസ്സമായിട്ട് അത് വർത്തിക്കുന്നു. നീ ലാളിത്യത്തോടുകൂടി ജീവിക്കണം, നിന്റെ സമ്പാദ്യം മുഴുവൻ അനാവശ്യമായിട്ട് ചെലവഴിക്കരുത്, ധൂർത്തടിക്കരുത്, ആഡംബരത്തിന് വേണ്ടി ചെലവഴിക്കരുത് എന്നൊക്കെ എന്തിനു പറഞ്ഞു? അതൊക്കെ അനുവർത്തിച്ചാൽ, അല്ലെ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ മനസ്സെന്ന ഉപാധി കൊണ്ടാണ് ഈ ആത്മാവിനെ അറിയാൻ സാധിക്കുന്നത്. മനസ്സിൽ കൂടിയാണ് ഇത് അറിയേണ്ടത്. മനസ്സൈ വേദമാപ്തവ്യം എന്ന പൂർവ്വസൂരികളുടെ വചസ്സുകളൊക്കെ ഗുരു സ്മരിച്ചു. ഇത് പറയുകയാണ്, നീ ഈ തരത്തിലുള്ള അന്ധവിശ്വാസത്തിലെ അനീതിയിലേക്കും ഒക്കെ പോയാൽ നിന്റെ മനസ്സ് കലുഷിതമായിട്ട് തീരും. ആർഭാടം നടത്തിയാൽ നിന്റെ സമ്പത്ത് അതിലെ പോവും. അത് പിന്നീട് നിനക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും. ആ മാനസികമായ ബുദ്ധിമുട്ട് ആത്മാവിലേക്ക് നടന്നെടുക്കുന്നതിന് തടസ്സമായിട്ട് തീരും. അതുകൊണ്ട് നീ അനാർഭാടമായിട്ട് ജീവിക്കാൻ പഠിക്കണം. എല്ലാം ഗുരു കാണിച്ചു തന്നത് ഈ ആത്മാവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രം. ഈ ആത്മോപദേശ ശതകത്തിന് പ്രാപ്തരാവുകയായിരുന്നു. ഈ ആത്മോപദേശം കേൾക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തത്. വെറുതെ ഇരുന്നപ്പോഴേ ഇരിക്കപ്പുറതിയില്ലാതെ ചെയ്തതല്ല. പാപങ്ങളോടുള്ള കാരുണ്യം കൊണ്ട്, പതിത കാരുണികനായതുകൊണ്ട്, ലോകത്തോടുള്ള ഒരു അനുകമ്പ കൊണ്ട് തൃപാദങ്ങൾ ഈ സത്യം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി നമ്മുടെ കാതിൽ വന്ന് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു തരികയാണ് ഈ പഞ്ചകത്തിൽ കൂടി. ഗുരുവിന് മറ്റൊരു മോട്ടീവ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഈ സത്യം മനസ്സിലാക്കണം, അതിനുവേണ്ടി അജ്ഞാനനിദ്രയിൽ നിന്ന് ഉണരണം എന്ന് ജീവന്മാരോട് അവിടുന്ന് ഉപദേശിച്ചു. ഇത് കണ്ടുപോയിടണമെന്ന് അവിടുന്ന് ഉദ്ബോധനം നടത്തി. ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും, ഇതൊക്കെയും ഉറ്റുപാർത്ത് നിൽക്കും വിലമതിയാതെ വിളക്ക് ഉദിക്കയും പിൻപൊലികയുമില്ലിത് കണ്ടുപോയിടേണം. എല്ലാവരും ലോകരായിട്ട് വർത്തിക്കുന്നവരെ, ലോകത്തുള്ളവരെല്ലാം എന്തു ചെയ്യുന്നു? ഉലകര് ഉണർന്ന് ചിന്ത ചെയ്യും പലതും. രാവിലെ ഉണരുന്നു, വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു, പലതും ചിന്തിക്കുന്നു, പല കർമ്മങ്ങളിലും ഏർപ്പെടുന്നു.
ഇതൊക്കെയും ഉറ്റുപാർത്ത് നിൽക്കുന്ന ഒരു വിലമതിയാത്ത വിളക്ക് ഉള്ളിലുണ്ട്, ആത്മാവാകുന്ന വിളക്ക്. അതിനെ കണ്ടിട്ട് വേണം ഈ ലോകത്തിൽ നിന്ന് പോവാനെന്ന ഉദ്ബോധിപ്പിച്ച ആ മഹാഗുരുവിൻ്റെ വചസ്സുകൾ വേണ്ടതുപോലെ കേട്ട് ഈ ലോകത്തിനോട് യാത്ര പറയുന്നതിന് മുൻപ് ഈ ആത്മവിദ്യയെ, ബ്രഹ്മവിദ്യയെ കരഗതമാക്കുവാനുള്ള ഒരവസരം ഏവർക്കും ഉണ്ടാവട്ടെ. നന്ദി.